നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ടൊയോട്ടയുടെ ഏറ്റവും പുതിയ ടൈസറാണ് ഇന്ന് എന്നോടൊപ്പമുള്ള വാഹനം. ടൈസർ എന്ന് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇത് നമ്മുടെ മാരുതി ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിൻ്റെ ടൊയോട്ട വേർഷനാണ് ടൈസർ എന്നാണ് പറയേണ്ടത്. ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള ടൈപ്പിൽ പുതുതായിട്ട് ജനിച്ചു വീണ സന്തതി എന്ന് വേണമെങ്കിൽ ടൈസറിനെ വിളിക്കാം. മാരുതി ഫ്രോങ്സ് ഗോവയിലായിരുന്നു എൻ്റെ മീഡിയ ഡ്രൈവ്. അന്ന് ഞാൻ പറഞ്ഞൊരു വാചകം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതായത് എന്തിനാണ് ഈ ഒരു സെഗ്മെൻ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ള കാര്യം. പക്ഷേ നമ്മളെ കടത്തി വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തയെ കടത്തി വെട്ടിക്കൊണ്ട് ഫ്രോങ്സ് ഒരു വൻ വിജയമായി. ബലേനയിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ഗ്രാൻഡ് വിറ്റാരയിൽ എത്തിയതുമില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു ഷേപ്പായിരുന്നു ഫ്രോങ്സിന്. അതായത് ഒരു ക്രോസ് ഓവർ വാഹനം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. പക്ഷേ ബലേന ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര ഉള്ളപ്പോൾ എന്താണ് ഫ്രോങ്സിൻ്റെ പ്രസക്തി എന്നാണ് എന്നെപ്പോലുള്ളവരൊക്കെ അന്ന് സംശയിച്ചെങ്കിലും മാരുതിയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഗുണം കൊണ്ട് ഫ്രോങ്സ് ഗംഭീരമായി വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ടൊയോട്ട ആ ഒരു വാഹനത്തെ എടുത്ത് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. ടൈസർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ടൈസറിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൊയോട്ട ടൈസറിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ കസാഖിസ്ഥാൻ യാത്രയെ പറ്റി ഒന്ന് ഓർപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 6-നാണ് കസാഖിസ്ഥാനിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി എന്ന ട്രാവൽ ഏജൻസിയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഞാനുമുണ്ട് ആദ്യത്തെ ട്രിപ്പിൽ നിങ്ങളുടെ കൂടെ. അതിമനോഹരമായ രാജ്യമാണ് കസാഖിസ്ഥാൻ. വളരെ ഗംഭീരമായ വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമെന്നാണ് പറയേണ്ടത്. അവിടെ അൽമാട്ടി എന്ന പ്രധാനപ്പെട്ട നഗരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽമാട്ടിയുടെ പ്രത്യേകത ഒരു യൂറോപ്യൻ നഗരമാണെന്നുള്ളതാണ്. യൂറോപ്പിൻ്റെതായ എല്ലാ ഗംഭീരമായ ഹാവാദികളുമുള്ള ഒരു നഗരമാണ് അൽമാട്ടി. അൽമാട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നൈറ്റ് ലൈഫാണ്. നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ഞാനീ പറഞ്ഞ പോലെ യൂറോപ്യൻ നഗരത്തിൻ്റെ ആ ഭംഗി കാണണമെങ്കിൽ അൽമാട്ടിയിൽ നിന്നും ഒരു കേബിൾ കാർ ഉണ്ട്. അതിൽ സഞ്ചരിക്കുമ്പോൾ നോക്കാൻ നഗരത്തിൻ്റെ ഭംഗി കാണാൻ സാധിക്കും. പിന്നീടുള്ളത് രുചി വൈവിധ്യങ്ങളാണ്. ഭക്ഷണത്തിൻ്റെ രുചി വൈവിധ്യങ്ങളുടെ കാര്യത്തിലും നമ്പർ 1 ആണ് കസാഖിസ്ഥാൻ. അത് നമുക്ക് അൽമാട്ടിയിൽ രുചി അനുഭവിക്കാൻ സാധിക്കും. പിന്നെ യുണൈറ്റഡ് നേഷൻസ് ലോകത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 ഗ്രാമങ്ങളിലൊന്നായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാത്തി എന്നൊരു വില്ലേജ് ഉണ്ട്. അവിടെ നമ്മൾ പോകുന്നുമുണ്ട്, അവിടെ താമസിക്കുന്നുമുണ്ട്. അതൊരു ഗംഭീരമായ അനുഭവമായിരിക്കും. കൂടാതെ ഗ്രാൻഡ് ക്യാനിനെ തോൽപ്പിക്കുന്ന വാലികൾ, അതുപോലെ ചെങ്കുത്തായ മലനിരകൾ, ഗംഭീരമായ ലേക്കുകൾ, ഇതെല്ലാം തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് എല്ലാ ചിലവുകളും അടക്കം 1,35,000 രൂപയാണ്. അതായത് അതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, 4 സ്റ്റാർ ഹോട്ടലിൽ താമസമുണ്ട്, 3 നേരത്തെ ഭക്ഷണമുണ്ട്, അതുപോലെ ടാക്സ് അടക്കമുള്ള എല്ലാം ചേർന്ന് 1,35,000 രൂപയാണ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ അത് പുറപ്പെടുന്നത് ഞാൻ പറയാം ഓഗസ്റ്റ് 6-നാണ്. ഇപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റുകൾ ഇനി ബാക്കിയുള്ളൂ. ഞാൻ ഈ കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ചാൽ അതിൽ ബുക്ക് ചെയ്യാം. ഇതുകൂടാതെ ഇപ്പോൾ ഓണക്കാലം വരികയാണല്ലോ. ഓണക്കാലത്തേക്കും ധാരാളം വിവിധ രാജ്യങ്ങളിലേക്കുള്ള പാക്കേജുകളൊക്കെ ടൂർമാക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഫാമിലിയായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൽ ഗിഫ്റ്റുകളുണ്ട്, കൂടാതെ സ്പെഷ്യൽ ഇളവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതും പെട്ടെന്ന് നേരത്തെ ബുക്ക് ചെയ്യുന്നവർ കൂടുതൽ ഇളവുകളുണ്ടെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അത് ബുക്ക് ചെയ്യുക. ഇതുകൂടാതെ ഭൂട്ടാൻ, നേപ്പാൾ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാമുള്ള യാത്രകളുണ്ട്. അത് ജൂൺ 15, ജൂലൈ 15, ജൂൺ 26 അങ്ങനെയുള്ള ഡേറ്റുകളിലൊക്കെയാണ്. അപ്പോൾ പല രാജ്യങ്ങളിലേക്കും പല നഗരങ്ങളിലേക്കുമൊക്കെയുള്ള യാത്രകളാണ് ടൂർമാക്സ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കൊടുത്തിരുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം, ഇഷ്ടപ്പെട്ട നഗരമൊക്കെ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യുക. എന്തായാലും കസാഖിസ്ഥാൻ മറക്കണ്ട, ഞാനുമുണ്ട് ആദ്യത്തെ ട്രിപ്പിൽ നിങ്ങളുടെ കൂടെ. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കമ്പനിയാണ് മാരുതി സുസുക്കി. അതുകൊണ്ട് തന്നെ ഫ്രോങ്സിൻ്റെ വിജയത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. 2 എഞ്ചിൻ ഓപ്ഷൻസാണ് ഫ്രോങ്സിനുള്ളത്. ഒന്ന് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും മറ്റൊന്ന് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ മാനുവലുണ്ട്, AMT ഉണ്ട്, കൂടാതെ AT ഉണ്ട്, അതായത് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ടൈസർ വന്നപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് അങ്ങനെ കാര്യമായ രീതിയിൽ വേരിയൻസ് ഒന്നും വിട്ടുപോയിട്ടില്ല. എന്താണ് വിലയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 22,000 തൊട്ട് 25,000 രൂപ വരെ വ്യത്യാസമുണ്ട് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വേരിയൻസിൽ. അതായത് ഫ്രോങ്സിൻ്റെ അതേ വേരിയൻസുമായിട്ട് 22,000 തൊട്ട് 25,000 രൂപ വരെ വില കൂടുതലുണ്ട് ടൈസറിന്. പക്ഷേ അത് 1.2 ലിറ്റർ എഞ്ചിൻ മോഡലുകളിൽ മാത്രമാണ്. 1 ലിറ്റർ എഞ്ചിൻ മോഡലുകളിൽ ഒരേ വിലയാണ്. അതായത് ടൈസറിനും ഫ്രോങ്സിനും ഒരേ വിലയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തിനാണ് 22,000 തൊട്ട് 25,000 രൂപ വരെ വില കൂടുതൽ കൊടുത്ത് നമ്മൾ ടൈസർ വാങ്ങിക്കുന്നത് ചോദിച്ചാൽ വാറണ്ടി പീരീഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതെന്താണ് നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എന്തായാലും അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ വിലയുടെ കാര്യത്തിലും വേരിയൻസിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നതെങ്കിൽ മുഖം ഒക്കെ ആകെ മാറിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. മുഖഭാവവും മാറിയിട്ടുണ്ട്. ഫ്രോങ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു മസിൽ പവറാണ്. മസിൽ പവർ തോന്നിക്കുന്ന രൂപമാണ്. അതായത് മാരുതിയുടെ മറ്റു വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രസകരമായ കട്ടുകളും ക്രീസുകളും
അതുപോലെ മസിൽ പവർ തോന്നിക്കുന്ന ബോഡി ലൈനുകളുമൊക്കെ അതേപടി ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ മുഖഭാവം അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഛായ മാറ്റിയിട്ടുമുണ്ട്. ആ ഛായ മാറാനുള്ള കാരണം ഈ ഒരു ഗ്രില്ലാണ്. ഇപ്പോൾ ഈ ഗ്രില്ല് കാണുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മ ഒരു റൂമിയോൺ എന്ന് പറയുന്ന വാഹനമാണ്. അതായത് മാരുതി എർട്ടിഗയുടെ ടൊയോട്ട വേർഷൻ എന്ന് പറയുന്ന റൂമിയോണിൻ്റെ ഗ്രില്ല് പോലെയൊക്കെയാണ് മാറിയിരിക്കുന്നത്. ഇതെല്ലാം ബേസിക്കലി ടൊയോട്ട ഹൈ റൈഡറിൻ്റെ രൂപത്തിലേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത്. ഏതാണ്ട് ആ ഒരു രൂപമാണ് SUV-കൾക്കെല്ലാം ഇപ്പോൾ ടൊയോട്ട കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലേക്ക് ടൈസറിൻ്റെ മുൻഭാഗവും മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ക്രോം ലൈൻ കൊടുത്തിരിക്കുന്നു. നടുവിൽ ടൊയോട്ടയുടെ വലിയ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. താഴെയായിട്ട് ബമ്പറിൻ്റെ പോർഷനൊക്കെ കാര്യമായ രീതിയിൽ ഈ വാഹനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ടൈസറിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ഒരു അലൂമിനിയം ഷേപ്പുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എയർ ഡാമിൻ്റെ വലിപ്പം വർദ്ധിച്ചിട്ടുണ്ട് ടൈസറിലേക്ക് എത്തിയപ്പോൾ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഡേ റണ്ണിംഗ് ലാമ്പ് കം സൈഡ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കാവുന്ന ഈ ഒരു ഭാഗത്തിനാണ്. ഇത് ഫ്രോങ്സിൽ ഒരു 3 എലമെൻറ്റ്സ് ഉള്ള ഒരു LED ലൈറ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ അത് മാറിയിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഓടി വരുമ്പോൾ മുഖഭാവം കാര്യമായ രീതിയിൽ മാറ്റുന്നുണ്ട്. പക്ഷേ അതൊരു ഭംഗിയുള്ള എലമെൻ്റ് ആയിരുന്നു ആ ഒരു 3 എലമെൻ്റുള്ള ഫ്രോങ്സിലെ ആ ഒരു ഭാഗമെങ്കിൽ ഇത് മോശമല്ല. ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് 2 ഭാഗങ്ങൾ ഉണ്ട് എന്ന് പറയാം. ഹെഡ് ലാമ്പ് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം ഫ്രോങ്സിലെ പോലെ തന്നെ. അതുപോലെ തന്നെ അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിൽ 3 എലമെൻറ്റ്സാണ് നമ്മൾ ഉൾഭാഗത്ത് കാണുന്നത്. ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം, അതായത് ഫ്രോങ്സിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം അതായിരുന്നെങ്കിൽ അത് അതേപടി ക്യാരി ഓവർ ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗവും കൊടുത്തിരിക്കുന്നു. വശക്കാഴ്ചയിലൊക്കെ ആ കട്ടുകളും ക്രീസുകളും എല്ലാം ചേർന്ന് വളരെ ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള വാഹനമായിട്ട് മാറ്റുന്നുണ്ട്. മാരുതിയുടെ മറ്റു വാഹനങ്ങൾ കാണുന്നതിൽ കൂടുതൽ ബോൾഡാണ് ഫ്രോങ്സ് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. വീണ്ടും ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇനി വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചിരിക്കുന്നത് അലോയ് വീലിൻ്റെ ഡിസൈനാണ്. ഇത് മാരുതി ഫ്രോങ്സിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുള്ള അലോയ് വീലിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ അങ്ങനെ അലൂമിനിയം വരകളൊക്കെ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 16 ഇഞ്ച് ടയേഴ്സിൻ്റെ വലിപ്പത്തിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വാഹനം ഒരു ക്രോസ് ഓവർ വാഹനമാണ്. അതായത് ബലേനോയിൽ നിന്ന് ഇറങ്ങുകയും ഗ്രാൻഡ് വിറ്റാരയിൽ എത്തുകയും ചെയ്യാത്ത രൂപമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഈ റൂഫ് ലൈനാണ്. ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ കൊണ്ടാണ് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു SUV-ക്ക് ചേരുന്ന രീതിയിൽ വളരെ കനത്ത ക്ലാഡിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്ലാഡിംഗ് അങ്ങേയറ്റം വരെ നീണ്ട് വീണ്ടും വീലാർസി കൂടി പിന്നിലേക്ക് പോകുന്നു. ഏറ്റവും താഴെയായിട്ട് അലൂമിനിയം ഫിനിഷുള്ള ഭാഗം അതും കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസിലൊന്നും മാറ്റമില്ല. 190 മില്ലിമീറ്ററാണ് ഫ്രോങ്സിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബലേനോയും ഫ്രോങ്സുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് 170 മില്ലിമീറ്ററേ ഉള്ളൂ ബലേനോയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളതാണ്. അതായത് ഈ വാഹനം ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ഒരു SUV എന്ന മട്ടിൽ മാറ്റിയപ്പോൾ 20 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി എന്താ പറയുക ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്നൊരു വാഹനമാണ്. അങ്ങനെ ഭയങ്കരമായ ഓഫ് റോഡല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും വലിയ മനപ്രയാസമില്ലാതെ കല്ലും മറ്റും കയറ്റിക്കൊണ്ട് പോകാവുന്നൊരു വാഹനമാണിത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് മോഡൽ, അതായത് 1 ലിറ്റർ എഞ്ചിനുള്ള മോഡലിലെ മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിലാണ് ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളത്. ആ ഒരു വേരിയൻറ്റ് ഇവിടെ ഇപ്പോൾ കൊച്ചിയിലെ ഡീലർഷിപ്പിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മാനുവലാണ് ഓടിക്കുന്നത്. അത് ടോപ്പ് എൻഡ് മാനുവൽ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിന് ഡ്യുവൽ കളർ വേറെ ഉണ്ട്. പക്ഷേ ഇത് സിംഗിൾ കളറാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ടോണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊന്നും വെക്കാവുന്ന വെയിറ്റ് ഒന്നും താങ്ങുന്ന യുവാവല്ലത്. അത് വെറുതെ വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബോഡി കളറാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കീലെസ് എൻട്രിക്ക് വേണ്ടിയുള്ള ഈ ഒരു സ്വിച്ചും കൊടുത്തിരിക്കുന്നു. A-B-C പില്ലറെല്ലാം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഭംഗിയായിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴാണ് പിന്നിലേക്ക് ഇങ്ങനെ റൂഫ് ലൈൻ ചെരിഞ്ഞ് വരുന്നത്. എന്തായാലും പിൻഭാഗത്ത് ഉള്ളിലിരിക്കുമ്പോൾ ഹെഡ് റൂം കുറയുന്നു എന്നൊന്നും ആരും പരാതിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊന്നൊരു പ്രശ്നമാകാൻ സാധ്യതയില്ല ടൈസറിൻ്റെ കാര്യത്തിലും. എനിക്ക് ഈ വാഹനത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടം തൊട്ട് പിന്നിലേക്കുള്ള ഭാഗമാണ്. ഈ ഭാഗമൊക്കെ മനോഹരമായ ഡിസൈനാണെന്നാണ് പറയേണ്ടത്. അങ്ങനെ പിന്നിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഡിസൈൻ തീർച്ചയായിട്ടും വളരെ ഭംഗിയുള്ളതാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് ചോദിച്ചാൽ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. കാരണം ഇവിടെ ഈ കാണുന്ന ഈ ഒരു LED ലൈനൊക്കെ നമ്മൾ ഫ്രോങ്സിൽ കണ്ടത് തന്നെയാണെങ്കിലും ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ഇതിലൊരു 3 സ്ലോട്ടുള്ള എലമെൻറ്റ്സാണ് ഫ്രോങ്സിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് ഇവിടെയും ഒരു C ഷേപ്പുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയായിട്ട് ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. അല്ലാതെ മറ്റ് യാതൊരു വ്യത്യാസവും പിൻഭാഗത്ത് പറയാനില്ല. ഫുൾ ബ്ലാക്ക് ഫിനിഷിൻ്റെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഉള്ളിലാണ് ഈ ലൈൻ കൊടുത്തിരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഭംഗി വർദ്ധിക്കുന്നുണ്ട്. ഇത് V എന്ന വേരിയൻ്റാണ്. നിയോ ഡ്രൈവ് എന്ന് പറയുന്നത് ഈ ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. താഴെയായിട്ട് വലിയ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്. അതുപോലെ ഇവിടെ അർബൻ ക്രൂയിസർ ടൈസർ എന്നുള്ള ബാഡ്ജിങ് അങ്ങനെയാണ് കേട്ടോ മുഴുവൻ പേര്. ഞാൻ ടൈസർ എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അതുപോലെ പിൻഭാഗത്തും വൈപ്പറുണ്ട്, പിന്നെ ഡീഫോഗറുണ്ട്, ഷാർഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെയുള്ള ആ കട്ടുകളൊക്കെ അതേപടി ഫ്രോങ്സിൽ കണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കാം.
308 ലിറ്റർ ബൂട്ട് സ്പേസിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ബലേനോയിൽ അത് 318 ആണെങ്കിൽ 10 ലിറ്ററേ കുറഞ്ഞിട്ടുള്ളൂ. പിൻഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത്യാവശ്യം വേണ്ട ബൂട്ട് സ്പേസ് ഉണ്ട്. പക്ഷേ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാവുന്നത് അല്പം ഉയർന്നു നിൽക്കുന്ന ഈ ഒരു പ്രൊഫൈൽ കാരണം തന്നെ എന്തെങ്കിലും വെയിറ്റുള്ള സാധനമൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ബൂട്ട് സ്പേസ് ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ 60/40 നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് ആളില്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കയറ്റുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. എക്സ്റ്റീരിയർ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് പ്രധാനമായിട്ടും LED ലൈറ്റുകളുടെയും മറ്റും കാര്യത്തിൽ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളിലൊന്നും മാറ്റം നമ്മൾ കണ്ടില്ല. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ടൊയോട്ടയെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് മാരുതി ഉണ്ടാക്കി കൊടുക്കുന്നൊരു വാഹനമാണെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ടൊയോട്ടയുടെ ഇന്ത്യയിലെ വാഹനങ്ങളിൽ ടർബോ എൻജിൻ വരുന്നതെന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ ടൊയോട്ടയുടെ ആദ്യ ടർബോ എൻജിൻ മോഡലാണിത് എന്നാണ് പറയേണ്ടത്. പക്ഷേ പലർക്കും സംശയം ഉണ്ടാകും, ഇങ്ങനെ ടൊയോട്ടയുടെ ബാഡ്ജിങ് വരുമ്പോൾ ഇത് ആരാണ് നിർമ്മിക്കുന്നതൊക്കെ. ഒരു സംശയവും വേണ്ട, ഇത് മാരുതിയുടെ പ്ലാന്റ് തന്നെയാണ് നിർമ്മിക്കുന്നത്. മാരുതിയുടെ പ്ലാന്റിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ഒരു സൈഡിൽ ഈ മുഖം മാറ്റി ഇത് റോങ് സൈഡ് ജനിക്കുന്നതും മറ്റൊരു സൈഡിൽ ഈ മുഖം മാറ്റി ടൈസറായിട്ട് ജനിക്കുന്നു. അത്രയുള്ള വ്യത്യാസം. മാരുതി നിർമ്മിച്ച് നൽകുന്ന വാഹനമാണിത്. ടൊയോട്ടയും മാരുതിയുമായിട്ടുള്ള ടൈപ്പിൽ ജനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രാൻഡ് വിറ്റാരയുടെയും ഹൈക്രോസിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. അത് ടൊയോട്ടയുടെ പ്ലാന്റിൽ ജനിക്കുകയും മാരുതിക്ക് വിൽക്കാനായിട്ട് നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ എന്നാണ് പറയേണ്ടത്. ഇനി എന്തൊക്കെയാണ് ഇൻറ്റീരിയറിലെ മാറ്റങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ട് ഈ ലോഗോ മാറ്റി കളിക്കുന്ന പരിപാടിയാണ് ഇവർ തമ്മിലുള്ളത്. എന്നാലും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ വാഹനങ്ങളിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ പ്രേം നസീറിൻ്റെ മറുകു വെച്ച പോലെയാണെന്ന്. പ്രേം നസീർ ശശി എന്ന് പറയുന്നൊരു യുവാവായിരിക്കും. പക്ഷേ അദ്ദേഹം അവസാനം ആണ് പറയുന്നത്, ഞാൻ പക്ഷേ ശശിയല്ല, എൻ്റെ പേര് ഡിക്റ്റേറ്റീവ് പ്രേം നസീർ എന്നാണ് എന്ന് പറഞ്ഞൊരു മറയൊക്കെ ഊരിക്കാണിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചു. അതുപോലും ഇതിൻ്റെ അകത്തില്ല. അതായത് ശശിയായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുകയാണെന്നാണ് പറയേണ്ടത്. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ അപ്ഹോൾസ്റ്ററിയുടെ നിറത്തിലൊരു മാറ്റം അതിനുപോലും ടൊയോട്ട മനക്കെട്ടിട്ടില്ല. അത് അതേപടി എടുത്തങ്ങ് വെച്ചു. ആകെ ഒരു മാറ്റം നമുക്ക് പറയാവുന്നത് ഈ സ്റ്റിയറിംഗ് വീലിന് നടുക്കുള്ള എസ് എന്നെഴുതിയ സുസുക്കിയുടെ ലോഗോ മാറ്റി ടൊയോട്ടയുടെ ലോഗോ വന്നതെന്ന് മാത്രമാണ്. വേറെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഫ്രോങ്സിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ മാരുതിയുടെ വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ നല്ല ഭംഗിയുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. രസകരമായ ലെയേഴ്സൊക്കെയാണ് ഈ ഒരു ഡാഷ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് അലൂമിനിയം ഫിനിഷ്, ഒരു അല്പം ആഷ് ഫിനിഷ്, ഒരു ബ്ലാക്ക്, ഇവിടെ ബർഗണ്ടി നിറം, അങ്ങനെ രസകരമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരല്പം താഴ്ന്ന സീറ്റിംഗ് പൊസിഷൻ അല്ലേ എന്ന് വേണമെങ്കിൽ തോന്നാവുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ് ഡാഷ്ബോർഡ് എന്നാണ് പറയേണ്ടത്. നടുവിൽ വലിയ 9 ഇഞ്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. കൂടാതെ എനർജി ഫ്ലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്നും തന്നെ മോശമല്ല. അതുപോലെ തന്നെ മറ്റ് അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണിത്. പിന്നെ റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. തരക്കേടില്ലാത്ത റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ എന്നാണ് പറയേണ്ടത്. എന്തായാലും സറൗണ്ടിങ്സും ഒക്കെ കാണാവുന്ന രീതിയിലുള്ള അത്തരം ഗ്രാഫിക്സും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഫ്രോങ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ടോഗിൾ ടൈപ്പ് സ്വിച്ചൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ താഴെയുള്ള സ്വിച്ചുകളുടെയൊക്കെ നിലവാരം ഒട്ടും മോശമല്ല. ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. AC വെൻറ്റുകൾ ഇങ്ങനെ നടുവിൽ നിൽക്കുന്നു. അതിൻ്റെ ചുറ്റും ചെറിയ അലൂമിനിയം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ USB ചാർജിങ് പോർട്ടുകൾ, അതുപോലെ 12 വോൾട്ടിൻ്റെ ചാർജർ എല്ലാം കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജിങ് പാഡാണ് ഇവിടെ കാണുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു കീ ചെയിന് പോലും അല്ലെങ്കിൽ കീ ഫാബിന് പോലും മാറ്റമില്ല. ഇവിടെ എസ് മാറ്റി ടൊയോട്ട ആക്കിയെന്നേ ഉള്ളൂ. വീറെ പിശുക്കന്മാരാട്ടോ ടൊയോട്ട ഈയിടെയായിട്ട് വന്ന്. അതുപോലെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത്. അത് ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാൻഡ് ബ്രേക്ക്, ഇവിടെ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്. ആംബ്രസ്റ്റിൻ്റെ താഴെയുള്ള സ്പേസിൽ വല്ല ബീഡിയും തീപ്പെട്ടിയൊക്കെ വയ്ക്കാമെന്നല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. വളരെ ചെറിയൊരു സ്പേസാണ് അവിടെ കാണുന്നത്.
എന്നാലും സീറ്റ് വളരെ കംഫർട്ടബിളാണ്. ഞാനീ പറഞ്ഞ ബർഗണ്ടി നിറവും ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാ മാനുവലിയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. എന്തായാലും ഒരു സബ് 4 മീറ്റർ ക്രോസ് ഓവർ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉൾഭാഗത്ത് സ്ഥലത്തിനൊന്നും കാര്യമായ ക്ഷാമമൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മുൻഭാഗം കാണുമ്പോൾ മനസ്സിലാവും. ഇഷ്ടംപോലെ സ്പേസ് മുൻഭാഗത്തുണ്ട് എന്ന് വെച്ച് ഇതിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂൾ ആക്കാനൊന്നും പറ്റില്ല, അതിനുള്ള സ്പേസ് ഒന്നുമില്ല. സാധാരണക്കാർ സഞ്ചരിക്കുന്ന സഞ്ചരിച്ച് പോകാനേ പറ്റൂ, കുളിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം ഇല്ലാത്തതെന്ന് പറയുന്നത് സൺറൂഫാണ്. അതിപ്പോൾ എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ്, അതിവിടെ കൊടുത്തിട്ടില്ല. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ വയ്ക്കാം. അതുപോലെ നല്ല ഗംഭീരമായ ഒരു ആംബ്രസ്റ്റും അതുപോലെ ബ്ലാക്ക് ഫിനിഷും പിന്നെ ബർഗണ്ടി ഫിനിഷും എല്ലാം കൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു 6 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ഇതിൻ്റെ അതുണ്ട്. അതിൻ്റെ ഒരു സ്പീക്കറാണ് നമ്മൾ താഴെ കാണുന്നത്. പിന്നെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്കാണ് പോകേണ്ടത്. ആകെ മാറ്റം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിയറിംഗ് വീലിൻ്റെ നടുവിലുള്ള ഈ ഒരു ലോഗോയുടെ കാര്യത്തിൽ മാത്രമാണ്. ആ ലോഗോ ടൊയോട്ടയായിട്ട് അങ്ങനെ നിലകൊള്ളുകയാണ്. മറ്റൊരു രസകരമായ കാര്യം, ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ഈ ലോഗോ അടിച്ചുള്ള മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ പോലും മാറി നൽകിയിരിക്കുകയാണ്. അതുപോലും ടൊയോട്ട നിർമ്മിക്കാൻ മെനക്കെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ടോപ്പിൻ്റെ മോഡലായതുകൊണ്ട് ഇവിടെയൊക്കെ വയർലെസ് ടെലിഫോണിൻ്റെയും മറ്റും സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വോളിയം കൺട്രോളിൻ്റെ സ്വിച്ച്, ഇവിടെ വോയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു. വളരെ വലിയ ഒരു മീറ്റർ കൺസോളാണ്, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പകുതി ഡിജിറ്റലും പകുതി അനലോഗുമാണെന്നാണ് പറയേണ്ടത്. ധാരാളം ഇൻഫർമേഷനൊക്കെ നമുക്ക് അതിൽ കാണാം. പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്, അവിടെ അദ്ദേഹം പൊങ്ങി വരുന്നത് നിങ്ങൾ കാണുക. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രസമുള്ള കാര്യമാണ്, പക്ഷേ അത് കുറച്ച് അനോയിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതേതായാലും പാവപ്പെട്ടവൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറയാം. കാരണം മറ്റ് പല വില കൂടിയ വാഹനങ്ങളും ഇങ്ങനെയല്ല, അത് മുന്നിലെ വിൻഷീൽഡ് തന്നെയാണെങ്കിൽ ഇത് പാവപ്പെട്ടവൻ്റെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി ഇല്ല എന്ന് പറയാം. അതിൻ്റെ സ്വിച്ച് ഈ ഭാഗത്താണ് HUD എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു. എന്തായാലും ഭംഗിയുള്ള കൺസോളും ഭംഗിയുള്ള കാര്യങ്ങളുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്കാണെങ്കിലും ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ മോഡലിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും മോശമല്ല. അതുപോലെ ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ സ്വിച്ച് കാണാം. അത് മോശമല്ലാത്ത രീതിയിലുള്ള വിഷ്വലുകളൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സറൗണ്ടിങ്സ് എല്ലാം കൃത്യമായിട്ടും കാണിച്ചു തരുന്നുണ്ട്. അതുമൊക്കെ മാരുതിയുടെ വാഹനങ്ങളിൽ വലിയ പുതുമയാണ്. അതുമൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മറ്റ് കാര്യങ്ങളൊക്കെ പറയാവുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. അതായത് വാഹനം ഐഡിലിങ്ങിൽ ഓഫ് ആകണ്ട എന്നുണ്ടെങ്കിൽ അത് നമ്മളങ്ങ് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ ഐഡിലിങ്ങിൽ വാഹനം ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. മോശമല്ലാത്ത ഇൻറ്റീരിയർ, ഭംഗിയുള്ള ഇൻറ്റീരിയർ എന്നൊക്കെ വിളിക്കാം. നല്ല വിസിബിലിറ്റി ഉണ്ട്. ഒരല്പം ഈ ഭാഗത്ത് ഒരല്പം പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും നമുക്ക് സീറ്റിൽ ഹൈറ്റ് ഒരല്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് ശരിയാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് നിർത്തിയാൽ നല്ല ഇൻറ്റീരിയർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടിയിലേക്ക് കയറാൻ നേരത്തെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, ഇവിടെ ഈ 2 സീറ്റ് ബെൽറ്റും അതിനകത്ത് ബക്കിളിട്ട് വെച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ മാരുതിയുടെ പുതിയ വാഹനങ്ങളെല്ലാം തന്നെ പിൻഭാഗത്ത് ആളിരുന്നാലും ഇരുന്നില്ലെങ്കിലും ഇത് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. അതായത് ആളിരുന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും ആളില്ലാതെ സീറ്റ് ബെൽറ്റ് ഓപ്പണായിട്ട് കിടന്നാലും ഇത് കിടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ആ സെൻസർ ഇതുവരെ നന്നാക്കാൻ മാരുതിയെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ജിംനിയിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിൻഭാഗത്ത് ആളില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് സൈൻ അടിച്ചുകൊണ്ടിരിക്കും. അതൊന്ന് ശരിയാക്കേണ്ട കാലം കഴിഞ്ഞു. എൻ്റെ മാരുതി എന്ന് പറഞ്ഞുകൊണ്ട് പിൻഭാഗത്തിരിക്കാം. ഇപ്പോൾ പിൻഭാഗത്തായിരിക്കുമ്പോൾ ഈ ഒരു സീറ്റ് ഏറ്റവും മുന്നിലേക്കാണ് കയറ്റിയിട്ടിരിക്കുന്നത്. ഇത് ഏറ്റവും പിന്നിലേക്കും. ഏറ്റവും മുന്നിലേക്ക് കയറ്റിയിട്ടപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പന്ത് കളിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും പിന്നിലേക്ക് ഇടുമ്പോൾ ഈ ഒരു സ്പേസാണുള്ളൂ. പക്ഷേ ഇത്രയും പിന്നിലേക്ക് ഇട്ടാരും മുൻഭാഗത്ത് ഇരിക്കാറില്ല എന്നുള്ളതുകൊണ്ട് തരക്കേടില്ലാത്ത സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. പിൻഭാഗത്തെ മറ്റ് സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ AC വെൻ്റ് പിൻഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2 ചാർജിങ് USB പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. വലിയ സെൻട്രൽ ടണലൊന്നുമില്ല. 3 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന പിൻ സീറ്റാണ് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കുഷനിങ്ങും തൈ സപ്പോർട്ടും ഒന്നും മോശമല്ല. ഇതെല്ലാം 100% ഫ്രോങ്സ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ 3 പേർക്കും 3 പേര് ഇരിക്കാൻ തന്നെയാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. 3 സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, 3 ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും സുഖമായിട്ട് ചേർന്നിരിക്കാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇപ്പം നമ്മൾ ഹ്യുണ്ടായി വെന്യൂ അല്ലെങ്കിൽ ഏറ്റവും പുതിയ കിയ സോണറ്റ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും പിൻഭാഗത്ത് 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റില്ല, അത്ര SUV-കളുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിന് പ്രത്യേകത പിൻഭാഗത്ത് 3 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അതിനുള്ള വീതിയുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ആണെങ്കിൽ പോലും ഹെഡ് റൂം ഒട്ടും മോശമല്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അങ്ങനെ സുഖമായി 5 പേർക്ക് യാത്ര ചെയ്യുന്നൊരു വാഹനമാണ്. ഒരു പൂർണ്ണമായും ഒരു ഫാമിലി കാർ തന്നെയാണ് വിളിക്കേണ്ടത്. പിൻഭാഗത്തിരിക്കുമ്പോൾ താഴ്ന്ന ഒരു വിൻഡോ ലൈനൊക്കെ ആയതുകൊണ്ട് സുഖമായിട്ട് നമുക്ക്
പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. അതുപോലെ നല്ലൊരു ആംറസ്റ്റ് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പക്ക ഫാമിലിക്കാരൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിനുണ്ട് എന്നാണ് പറയേണ്ടത്. ഉൾഭാഗത്തെ സ്പേസും മോശമല്ല എന്നാണ് പറയേണ്ടത്. പിന്നെ ആകെ ഒരു കുറവ് ഇപ്പോൾ പുതിയ ആധുനികന്മാർക്ക് പറയാവുന്നത് സൺറൂഫ് ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഇഷ്ടംപോലെ ഫീച്ചേഴ്സുള്ളൊരു വാഹനമാണ് ടൈസർ ആയാലും ഫ്രോങ്സ് ആയാലും. മാരുതി ഫ്രോങ്സിൻ്റെ മീഡിയ ഡ്രൈവിന് ഗോവയിലൂടെ ഓടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് ഫ്രോങ്സ് ഓടിക്കുന്നത്. ഫ്രോങ്സിൻ്റെ കാര്യത്തിൽ അന്ന് ഓടിച്ചത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിരുന്നാണ് ഓർമ്മ. 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് മാരുതിക്ക് ഇപ്പോൾ ഉള്ളത്. ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ്. ഐസിൻ എന്ന ടൊയോട്ടയുടെ കമ്പനി നിർമ്മിച്ചു കൊടുക്കുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്. അത് തന്നെയാണ് മാരുതിയുടെ ബ്രസയിലുള്ളത്. പക്ഷേ അതിൻ്റെ ട്യൂണിങ്ങൊക്കെ ഒന്ന് മാറ്റിയാണ് ഫ്രോങ്സിൽ വന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ 3 സിലിണ്ടർ എഞ്ചിൻ്റേതായ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നില്ല. അത് മാരുതിയുടെ 3 സിലിണ്ടർ എഞ്ചിനുകളുടെ ഒരു ഗുണമായിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വൈബ്രേഷൻ വളരെ കുറവാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ യാതൊരു കോംപ്രമൈസും ഇല്ല. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റേതായ റിഫൈൻമെൻറ്റൊക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. എന്തായാലും മാരുതി ബലേനോ എന്ന ഈ വാഹനത്തിൻ്റെ അടിസ്ഥാന വാഹനത്തിൽ മിസ്സായൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. തന്നെയുമല്ല, ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചു സ്വിഫ്റ്റ് പോലെ വളരെ കാഴ്ചയിൽ സ്പോർട്ടിയ ഒരു വാഹനത്തിൽ ഈ ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ വന്ന് പക്ഷേ വന്നില്ല. അത് എന്തായാലും വളരെ മോശമായിപ്പോയി. അപ്പോൾ ഈ ഒരു 1 ലിറ്റർ ടർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ അല്ലാതെ പിന്നെ ഒന്നുള്ളത് 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിൽ 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു AMD ഗിയർ ബോക്സും ആണെങ്കിൽ ഇതിൽ 5 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ബലേനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ 1-2 കുറവ് പറയാവുന്നത് എനിക്ക് തോന്നിയത്, ഒന്ന് ബാക്കിൽ ആംറസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അതാകാമായിരുന്നു. പക്ഷേ ബലേനോയിൽ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൽ പക്ഷേ 3 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ബാക്കിയിരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ പോരായ്മ ബലേനോയ്ക്കുള്ളത് ഈ പറഞ്ഞ 1 ലിറ്റർ എഞ്ചിൻ ഇല്ല എന്നുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, എൻ്റെ തോന്നലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതായത് ബലേനോയ്ക്ക് കുറച്ചുകൂടി കുഷ്യനിങ് ഉണ്ട് സീറ്റിനെന്നുള്ള കാര്യമാണ്. ഇതിൻ്റെ ആ കുഷ്യനിങ് ഒരു അല്പം കുറവാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുന്നിലെ വിസിബിലിറ്റി എന്ന് പറയുന്ന ഒരു അല്പം കുറവ് ബലേനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ബലേനോയുടെ സീറ്റിന് കുഷ്യനിങ് കൊണ്ടുള്ളൊരു കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. അതിൻ്റെ ഒരു കുറവാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് മാനുവലി സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. ഞാനിപ്പോൾ മാക്സിമം ഹൈറ്റ് ഉയർത്തിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അത്രയും ഹൈറ്റുള്ള ഒരാൾക്ക് വിസിബിലിറ്റി ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എന്തായാലും മാരുതിയുടെ വാഹനങ്ങളിലെ ഏറ്റവും ഹെവിനെസ് തോന്നുന്ന 2 വാഹനങ്ങൾ, ഒന്ന് ബ്രസയും മറ്റൊന്ന് ഫ്രോങ്സുമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബലേനേക്കാളും ഒരു വെയിറ്റ്, അത് ഈ കാഴ്ചയിലുള്ള ഒരു വളരെ ബോൾഡായിട്ടുള്ള ലുക്ക് കൊണ്ട് ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുറച്ച് ഹെവിനെസ് നമുക്ക് എപ്പോഴും ഈ വാഹനം ഓടിക്കുമ്പോൾ തോന്നാറുണ്ട്. ഗോവയിൽ അന്ന് 140-150 കിലോമീറ്റർ വേഗതയൊക്കെ നമ്മൾ എടുത്തിരുന്നു. അതായത് അവിടുത്തെ ഹൈവേയിൽ നല്ല ഗംഭീരമായ ഹൈവേ ആണല്ലോ, അവിടെ അങ്ങനെ നമ്മൾ സ്പീഡൊക്കെ എടുത്തിട്ടും സ്റ്റെബിലിറ്റി ആകട്ടെ മറ്റ് പ്രശ്നങ്ങളാകട്ടെ ഒന്നും തന്നെ തോന്നിയില്ല. അതിപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോഴും അത് തന്നെയാണ് എനിക്ക് കിട്ടുന്നൊരു ഫീല്. ഇനി എഞ്ചിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, ആദ്യത്തെ അതായത് എൻട്രി ലെവൽ മോഡലിലൊക്കെ ഉള്ളത് 1.2 ലിറ്റർ 90 BHP K സീരീസ് എഞ്ചിനാണെങ്കിൽ അത് ബലേനോയിലെ തന്നെ എഞ്ചിനാണ്. അതാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ 3 സിലിണ്ടർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ്. 100 BHP ആണിത്.
ഇത് മുമ്പ് ബലേനോയിൽ ഘടിപ്പിച്ചിരുന്ന ഒരു എഞ്ചിനാണ്, പിന്നീട് അത് നിർത്തലാക്കിയായിരുന്നു. വേണ്ടത്ര ഒരു പ്രതികരണം ആ ഒരു വേരിയൻറ്റിന് കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കമ്പനി പിന്നെ അത് നിർത്തുകയായിരുന്നു. ആ എഞ്ചിനോടൊപ്പം തന്നെ സുസുക്കിയുടെ വളരെ പ്രസിദ്ധമായ 48 വോൾട്ടിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഇലക്ട്രിക് മോട്ടറിൻ്റെ പുഷ് കൂടി ഈ ഒരു എഞ്ചിന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് എന്താ പറയുക, ഇതിൻ്റെ 3 സിലിണ്ടർ എഞ്ചിൻ്റേതായ പ്രശ്നങ്ങളൊന്നും തോന്നാത്തതും അതുപോലെ തന്നെ ആ 3 സിലിണ്ടർ എഞ്ചിൻ്റേതായ ഒരു ചെറിയ മന്ദതയും ലാഗമൊന്നും തോന്നാത്തതൊക്കെ ഈ ഒരു വളരെ ചെറിയ ഇലക്ട്രിക് മോട്ടർ ഇതിനെ പുഷ് ചെയ്യുന്നതുകൊണ്ടാണ്. ഏതാണ്ട് ഒരു 1500 RPM തൊട്ട് നല്ല ഗംഭീരമായ പെർഫോമൻസ് വരുന്ന എഞ്ചിനാണിത്. 2500 RPM ഒക്കെ എത്തുമ്പോഴേക്കും ആ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു തുടങ്ങും. 6000 RPM വരെയൊക്കെ ഈ ഒരു സുഖം എന്ന് പറയുന്ന സംഭവം നീണ്ടു നിൽക്കുന്നുമുണ്ട്. ടർബോ ലാഗ് എന്ന് പറയുന്ന കാര്യം നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ല. എന്തായാലും മിഡ് റേഞ്ച് നമ്മളൊരു ടർബോ എഞ്ചിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്രയും നിങ്ങളിതിൽ പ്രതീക്ഷിക്കരുത്. അത് അങ്ങനെ ഒരു മിഡ് റേഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് കുറച്ച് വയ്ക്കാൻ കാര്യം മൈലേജ് കൂടുതൽ കിട്ടാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാരുതിയുടെ വാഹനങ്ങൾ എപ്പോഴും മൈലേജ് വളരെ കോൺഷ്യസ് ആയിട്ട് നിർമ്മിക്കപ്പെടുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മിഡ് റേഞ്ച് അത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടർബോ എഞ്ചിനിൽ നിന്നുള്ള ആ ഒരു മിഡ് റേഞ്ച് കിട്ടുന്നില്ല. എന്തായാലും 100 കിലോമീറ്റർ വേഗം 11.4 സെക്കൻഡാണ് കമ്പനി പറയുന്നത്. അത് ഇത്തരത്തിലുള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് ഒട്ടും മോശമായ ഒരു സംഖ്യ അല്ല. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് മാനുവലിലേക്ക് പോകാവൂ. നല്ല ഗംഭീരമായ പെർഫോമൻസ് വരുന്ന എഞ്ചിനാണ്, നല്ല ഗംഭീരമായ ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ്. പക്ഷേ ഈ വാഹനത്തെ സംബന്ധിച്ച് മാനുവൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ വളരെ സ്ലീക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റൊക്കെ ഇഷ്ടപ്പെടും. വളരെ ലൈറ്റാണ് കൺട്രോളുകളെല്ലാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നുകയില്ല. എന്തായാലും മൈലേജ് ഫോങ്സിൻ്റെ കാര്യത്തിൽ കമ്പനി പറഞ്ഞിരുന്നത് 21.5 കിലോമീറ്ററാണ് മാനുവൽ ഗിയർ ബോക്സിന്. അതിപ്പോൾ ഈ വാഹനത്തിൽ അത് തന്നെ ആയിരിക്കും, കാരണം മെക്കാനിക്കൽ ചേഞ്ച് ഒന്നുമില്ലല്ലോ. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിന് 20.01 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി പറയുന്നത്. അതും ഈ വാഹനത്തിലും കിട്ടാനുള്ള സാധ്യതയാണ്, മറ്റു മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ടോപ്പ് എൻ്റെ മോഡലിൽ 6 എയർ ബാഗുകൾ, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ടോപ്പ് എൻ്റെ മോഡലിൽ അതിൽ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറയുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. എന്തായാലും 2 എയർ ബാഗുകൾ എല്ലാ മോഡലിലും സ്റ്റാൻഡേർഡായിട്ടും ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമും, ഹിൽ ഹോൾഡ് അസിസ്റ്റും, റിവേഴ്സ് പാർക്കിംഗ് സെൻസറും സെൻസേഴ്സും അതെല്ലാം എല്ലാ മോഡലിലും സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന ഒരു ചോദ്യം അത് തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് എന്താണ് ഫ്രോങ്സ് അല്ലെങ്കിൽ ടൊയോട്ട ടൈസർ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ പ്രസക്തി എന്നുള്ളതാണത്. ബലേനോയും ഗ്രാൻഡ് വിറ്റാരയും അതുപോലെ തന്നെ അതിൻ്റെ ഐഡൻറ്റിക്കലായുള്ള വാഹനങ്ങൾ ടൊയോട്ടയ്ക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വാഹനം ചോദിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ബലേനോയ്ക്ക് അപ്പുറത്തേക്കുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെന്യൂ അല്ലെങ്കിൽ സോണറ്റോ പോലുള്ളൊരു വാഹനം ആ ഒരു സെഗ്മെൻറ്റിൽ വാഹനങ്ങളില്ലാത്ത മാരുതിക്കും ടൊയോട്ടയ്ക്കും ഇത് ആ ഒരു സെഗ്മെൻറ്റിലെ വാഹനമായിട്ട് കണക്കാക്കാൻ വലിയ താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ടൈസറിനോ ഫ്രോങ്സിനോ സാധാരണ SUVകൾക്കുള്ള ബോഡി റോൾ ഇല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു SUVക്ക് സമാനമായ ഗ്രൗണ്ട് ക്ലിയറൻസും ഒരു ഹാച്ച് ബാക്കിന് അല്ലെങ്കിൽ സെഡാന് സമാനമായ യാത്രാസുഖവും ഇത് രണ്ടും ഈ വാഹനങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ടൈസറും ഫ്രോങ്സും ഞാനൊന്നും ഒട്ടും തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് കരുതിയെങ്കിലും നല്ല രീതിയിൽ ജനങ്ങൾ ശ്രദ്ധിക്കുകയും വിറ്റുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗുണങ്ങളാണ് നമ്മളെ ഈ ടൈസറിൻ്റെ കാര്യത്തിൽ കാത്തിരിക്കുന്നത്. അപ്പോൾ ഓടിച്ചു നോക്കുക, 6 സ്പീഡ് ഓട്ടോമാറ്റിക് തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുക, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഇനി വില നിലവാരത്തിലേക്ക് പോകാം. അപ്പോൾ ടൈസർ ആകെ 10 വേരിയൻസിലാണ് ലഭിക്കുക. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള മോഡലിൽ 6 എണ്ണവും അതിനുശേഷം 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റിൽ 4 എണ്ണവും, അങ്ങനെ 10 വേരിയൻസ് ആണുള്ളത്. വില നോക്കുകയാണെങ്കിൽ 9,42,960 രൂപ, അതായത് 9,43,000 രൂപയിൽ വില ആരംഭിക്കുന്നു. ഏറ്റവും ടോപ്പിൻ്റെ മോഡൽ, നമ്മളിന്ന് ഓടിച്ചു കഴിഞ്ഞ മോഡലിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ടോപ്പിൻ്റെ മോഡൽ. അതിന് 16 ലക്ഷം രൂപയാണ് വില. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.2 ലിറ്റർ എഞ്ചിനോട് കൂടിയ 6 വേരിയൻസ് ആണല്ലോ ഈ വാഹനത്തിനുള്ളത്. ഈ 6 വേരിയൻസിനും മാരുതിയുടെ ഫ്രോങ്സിനേക്കാളും 22,000 തൊട്ട് 25,000 രൂപ വരെ വില കൂടുതലുണ്ടെങ്കിൽ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയ ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടിയ മോഡലിന് ഒരേ വിലയാണ് ഫ്രോങ്സിനും ഈ ഒരു വാഹനത്തിനും. പിന്നെ എന്തിനാണ് ടൊയോട്ടയുടെ ഈ വാഹനം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ
വാറണ്ടിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു നോർമൽ വാറണ്ടി എന്ന് തന്നെ പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ്. മാരുതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ ഉള്ളൂ. എക്സ്റ്റൻഡഡ് വാറണ്ടിയിലേക്ക് പോകുകയാണെങ്കിൽ ഇത് 5 വർഷം അല്ലെങ്കിൽ 2,00,000 കിലോമീറ്റർ വാറണ്ടി കിട്ടുമ്പോൾ മാരുതിക്ക് അതും 1,00,000 കിലോമീറ്റർ വാറണ്ടി കിട്ടുന്നുള്ളൂ. ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ വേറൊരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു കമ്പനിയുടെ പേരാണ് ടൊയോട്ട. ടൊയോട്ട എന്ന് പറയുന്ന കമ്പനി ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രത്യേകിച്ചും വളരെ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ്. സർവീസ് പാക്കേജുകളുടെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ടൊയോട്ട നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു ലോഗോ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടത് ടൊയോട്ട ടൈസറാണ്. എന്നാൽ അങ്ങനെയല്ല, മാരുതി മതി. മാരുതി മോശമായ കമ്പനിയൊന്നുമല്ല, മാരുതി നമ്മുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന കമ്പനിയാണ്. അപ്പോൾ മാരുതിയുടെ എസ് എന്ന് പറയുന്ന സുസുക്കി ലോഗോ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നത് ഫോങ്സിലേക്കാണ്. ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. എന്തായാലും ഈ 2 കമ്പനികളും തമ്മിലുള്ള ടൈപ്പിൽ നല്ല മികച്ച വാഹനങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാൻഡ് വിറ്റാര ആയാലും ഹൈക്രോസ് ആയാലും ഹൈറൈഡർ ആയാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഫോങ്സ് ആയാലും അല്ലെങ്കിൽ ടൈസർ ആയാലും എല്ലാം തന്നെ ഈ 2 കമ്പനികളുടെയും കൂടി ചേർന്നുള്ള ഉൽപ്പന്നമാണ്. അതെല്ലാം കസ്റ്റമേഴ്സിന് ഗുണമുള്ള കാര്യവുമാണ്. അപ്പോൾ എന്തായാലും ടൈസറിൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ടൈസർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.